താങ്കൾ പറഞ്ഞത് ഇവിടെ PMO ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്ത് ചോദ്യമാണ് അതിലേത്? അല്ല ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രധാനമന്ത്രിയുമായിട്ട് 2 സ്റ്റേജ് ഷെയർ ചെയ്യേണ്ട, ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി PMOയിൽ നിന്നും ലിസ്റ്റിൽ പുത്തരിക്കണ്ട മൈതാനത്തിൽ ലൈനപ്പിലുള്ള ഞാൻ എയർപോർട്ടിൽ പോയി ഇവിടെ എത്താൻ സാധിക്കില്ല. മാത്രവുമല്ല, തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരി പോയില്ല, ഞങ്ങൾ രണ്ടുപേരും പോയില്ല. തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയമായി BJPക്കും ഗുണം മേയർ ഈ 2 പരിപാടികളിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കുന്നതാണ് ഞങ്ങൾക്ക് തോന്നി. നിങ്ങൾക്ക് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് തന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് നടത്തിയ ആ ഇടപെടലുകളിലും ആ പ്രസംഗത്തിലും മേയർ തിരുവനന്തപുരത്ത് ഈ 2 സ്റ്റേജിൽ ഉണ്ടായിരുന്നാണ് ഗുണമെന്ന് ആദ്യം തന്നെ തോന്നിയില്ലേ? അതായത് ഞാൻ പറയാം മുഖ്യമന്ത്രി എന്തെങ്കിലും എന്തെങ്കിലും ചോദിക്കരുത്. ഞാൻ പറയാം, പുത്തരിക്കണ്ട മൈതാനിയിലാണ് മേയർ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നു. അപ്പോൾ 2 പരിപാടിയിലും പൂർണ്ണമായിട്ട് പങ്കെടുക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ വ്യാഖ്യാനങ്ങളിൽ പോകരുതേ. ഞാൻ പറയട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നത് സ്റ്റേജിലേക്കാണ്. വേറെ എവിടെയെങ്കിലും ആണ് പോയിട്ട് വന്നതെങ്കിൽ നമുക്ക് എത്താനുള്ള സമയം കിട്ടി. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പരിപാടി, ആ പരിപാടി സമയത്ത് സ്വീകരിക്കാൻ പോയി. അതിനുശേഷം മേയർ സ്റ്റേജിലും ഉണ്ടായിരുന്നു. മേയർക്ക് കടന്നു വരാൻ പറ്റില്ല. അപ്പോഴാണ് രാഷ്ട്രപതിയുടെ വാഹനത്തെ ഓവർടേക്കുന്നതും ഹോൺ അടിക്കുന്നതൊക്കെ പറഞ്ഞ് വിവാദമായത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അന്നെന്ത് ചെയ്തു? ആ മേയർക്ക് ഇവിടെയും പങ്കെടുക്കണമായിരുന്നു. രാഷ്ട്രപതി സ്റ്റേജിലേക്ക് കടന്നു കയറി കഴിഞ്ഞാൽ പിന്നെ മേയർക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ മേയർ പരിപാടിയിൽ നിന്ന് വിട്ടു അല്ലെങ്കിൽ മേയർ വഴിയിലായിപ്പോ എന്നുള്ള വിവാദങ്ങൾ വരും. അങ്ങനെ വിവാദം വരാതിരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ, മാത്രമല്ല മേയർ പ്രധാനമന്ത്രി ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുക്കുന്ന, BJPക്ക് ഭരണം കിട്ടിയിട്ട് പങ്കെടുക്കുന്ന ഒഫീഷ്യൽ പരിപാടി റെയിൽവേ പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് മേയർ വിട്ടുകൊണ്ട ഒരു സാഹചര്യം വന്നാൽ, BJPയുടെ രാഷ്ട്രീയ പരിപാടിയിൽ നിന്ന് മേയർ വിട്ടുവെക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം മറ്റൊന്നാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി ഇതാണ് മാർഗം ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ തന്നെ നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇനി ആ ക്വസ്റ്റ്യൻ സ്റ്റോപ്പ് ചെയ്യും. വേറെ രേഖയുമായി ബന്ധപ്പെട്ട് ഒരു ആസൂത്രണമില്ലാതെ പാളിപ്പോയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഈ ഭരണസമിതിയിലുള്ള നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമല്ല അല്ലേ? ഞാനൊന്ന് പറയട്ടെ. മനുഷ്യ സാധ്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.